കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് പി.സി. ജോർജിനെതിരായ പരാതികൾ ചർച്ച ചെയ്യാൻ കെ.എം. മാണി, പി.ജെ. ജോസഫ്, സി.എഫ്. തോമസ് എന്നിവരടങ്ങിയ 3-അംഗ സമിതിയെ നിയോഗിച്ചത്. സമിതിയുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനിടെ പി.സി. ജോർജിനെതിരെ ഏകപക്ഷീയമായ നടപടി ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കെ.എം. മാണി പറഞ്ഞിരുന്നു. പ്രസ്താവനയിൽ പി.ജെ. ജോസഫ് അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത്. എന്നാൽ പി.ജെ. ജോസഫിന്റെ അസൗകര്യം കാരണമാണ് യോഗം മാറ്റിവെച്ചതെന്നും പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കെ.എം. മാണി പ്രതികരിച്ചു. പി.ജെ. ജോസഫിന്റെ അസൗകര്യം കൊണ്ട് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റിവെച്ചു. എല്ലാ പാർട്ടികൾക്കകത്തും പ്രശ്നങ്ങൾ വേണം. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും, പാർട്ടിക്കകത്ത് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കും. യോഗം 27-ന് തിരുവനന്തപുരത്ത് ചേരുമെന്ന് പി.ജെ. ജോസഫും അറിയിച്ചു. ഞാൻ മാണിസാരോട്ട് ആലോചിച്ചിട്ടാണ് മാറ്റിവെച്ചത്. അടുത്ത 27-ാം തീയതി ബുധനാഴ്ച കമ്മിറ്റി ചേരുന്നതാണ്. അതേസമയം പ്രശ്നപരിഹാരത്തിനുള്ള യോഗം ചേരുന്നതിന് മുമ്പ് മാണി നടത്തിയ പ്രസ്താവന സമിതിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കിയതായി ജോസഫ് വിഭാഗം നേതാവ് ആന്റണി രാജു പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും ഒരു കമ്മിറ്റി രൂപീകരിച്ച് പി.സി. ജോർജിനുള്ള നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കെ ആ കമ്മിറ്റി യോഗം ചേരുന്നതിന് മുമ്പ് ആ കമ്മിറ്റിയിലെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പാർട്ടി ചെയർമാൻ അത്തരം ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചതോടുകൂടി ആ കമ്മിറ്റിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പുതിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം.എൽ.എ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. മീഡിയ 1 തിരുവനന്തപുരം.